ഈ യാത്രയിൽ ഈ തുടക്കം കുറിച്ചത് അമ്മമാർ വിളക്ക് തെളിച്ചുകൊണ്ടാണ്. അപ്പോൾ അമ്മമാർക്ക് നമ്മൾ ഒരു പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. പോത്തൻകോട് കരുണാലയത്തിൽ നിന്നും 50 അമ്മമാർക്ക് പുറമെ ഇവിടെ എത്തിയിട്ടുള്ള സിസ്റ്റർ ബ്ലെസി, അവരെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെങ്ങാനൂർ തങ്കം പുനർജനിയിൽ നിന്നും 25 അമ്മമാർ എത്തിയിട്ടുണ്ട്. ഇവർക്കൊപ്പം എത്തിയ ശ്രീമതി ലതാമ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങൾ. വിളക്കുടി സ്നേഹതീരത്ത് നിന്നും 50 അമ്മമാർ, ഇവർക്കൊപ്പം എത്തിയ സിസ്റ്റർ റോസ്ലിൻ വേദിയിലേക്ക് വരൂ. പാലോട് നിന്നും എത്തിയ 20 അമ്മമാരും അവർക്കൊപ്പം എത്തിയ ശ്രീമതി രമണി ഭുവനേന്ദ്രൻ. അതോടൊപ്പം നെയ്യാറ്റിൻകര അമരവിളയിൽ നിന്നും എത്തിയ 20 അമ്മമാർ, ഇവർക്കൊപ്പം എത്തിയ പുഷ്കരാക്ഷി അമ്മ വേദിയിലേക്ക് വരൂ. നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. ഇവർക്കൊരു വലിയ കൈയടി കൊടുക്കണം. കാരണം ഇങ്ങനെയൊരു സാമൂഹിക പ്രശ്നത്തിൽ അണിചേരാൻ തയ്യാറായി വന്നിട്ടുള്ള അമ്മമാരെ നയിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ. ഒരുപക്ഷേ കേരളം നാളെ മാറുന്നെങ്കിൽ ഇവർക്കും കൂടി അതിന്റെ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പേര് കൂടി, മണക്കാട് നിന്നുള്ള 20 അമ്മമാരും അവർക്കൊപ്പം എത്തിയ അശ്വതിയും, ശ്രീമതി അശ്വതി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. വരിക. താങ്ക് യു. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അമ്മമാർ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഇവരാണ് വാത്സല്യത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ചൂലെടുക്കേണ്ടവരെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും താങ്ക് യു. നിങ്ങൾ ഇവിടെ വരെ വന്നു. മാത്രമല്ല നമുക്ക് അടുത്ത 30 ദിവസങ്ങൾ അമ്മ വിഷമിക്കേണ്ട, നമ്മളിതിനൊരു അവസാനം കാണും. അപ്പോൾ അതിനിടയ്ക്ക് ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ ശരീരം ചീത്തയാവാൻ നോക്കണമെന്ന്. കാര്യം ഈ മാഫിയ സംഘം സ്ട്രോങ് ആയതുകൊണ്ട് ഇനി ഇതിൽക്കൂടെ എന്തോ ചീത്തയാക്കാൻ. അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, വളരെ സന്തോഷം. ഊരുമുപ്പത്തിയാണ് സന്തോഷം. അമ്മ സന്തോഷം. പറയാനുണ്ട് സാർ, ഞങ്ങൾക്കൊരു സങ്കടമുണ്ട്. പുനർജനി അമ്മമാർക്ക് ഞങ്ങൾക്കൊരു പാർപ്പിട ഇല്ല കിടക്കാനൊക്കെ. ഞങ്ങൾ 28 പേരുണ്ട്. അതിനൊരു എന്തെങ്കിലും സാർ ഒരു പോംവഴി കാണിച്ചു തന്നെ. അത് പോംവഴി കാണിക്കും. 28 അമ്മമാർക്കും വീടുണ്ടാവും. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഒരു സ്വപ്നലോകത്ത് നിൽക്കും പോലെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഊരെന്ന് പറയുമ്പോൾ ആദിവാസി ഊരാണ്. കക്കോട്ടുകുന്ന്, പാലോടിനടുത്ത് കക്കോട്ടുകുന്ന് ഊരാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഇവിടുന്ന് കൈരളി ചാനൽ ഉണ്ണികൃഷ്ണൻ സാർ വഴി നമുക്ക് ഫ്ലവേഴ്സിൽ നിന്ന് ഈ ക്ഷണനം കിട്ടിയത് വളരെ ഭാഗ്യമായി കരുതുന്നു. ഞാനും എൻ്റെ ഊരിലുള്ള എൻ്റെ കൈരളി ചാനലിൽ തന്നെയാണോ വിളിച്ചത്? ഫ്ലവേഴ്സ്, ഉണ്ണികൃഷ്ണൻ സാർ. ഉണ്ണികൃഷ്ണൻ സാർ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഊരിൻ്റെ എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഉണ്ട് ഈ വേദിയിൽ. സാറിനെ കാണാനുള്ള ഒരു അവസരം. 28 വീടിൻ്റെ പ്രശ്നമല്ലേ ഉള്ളൂ, അത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. നമ്മൾ 500 കുട്ടികൾക്കാണ് ശരിക്കും മറ്റേ മോണിറ്ററിങ് സംവിധാനം ഒപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അത് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. അത്രയും കൂടുതൽ കുട്ടികൾ, ഏതാണ്ട് 5500ഓളം കുട്ടികൾക്ക് ഇപ്പോൾ ഈ രോഗം ബാധിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നാണ് കണക്കുകൾ പറയുന്നത്.